أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس كلوا مما في الأرض حلالا طيبا ولا تتبعوا خطوات الشيطان إنه لكم عدو മുബീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ പാരായണം ചെയ്യപ്പെട്ട ആയത്തിന് അർത്ഥം ഇപ്രകാരമാകുന്നു: മനുഷ്യരെ, ഭൂമിയിലുള്ളതിൽ നിന്ന് നിയമാനുസൃതവും ശുദ്ധവുമായത് നിങ്ങൾ ഭക്ഷിക്കുവിൻ. പിശാചിൻ്റെ ചവിട്ടടികളെ നിങ്ങൾ പിൻപറ്റരുത്. തീർച്ചയായും അവൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാകുന്നു. സൂറത്തുൽ ബഖറയിലെ 169 ആയത്താണ്. ഈ ആയത്തിൻ്റെ തഫ്സീറാണ് ഇന്നത്തെ ദർസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ റുക്കൂവിൻ്റെ തുടക്കം മുതൽ അള്ളാഹു ഇബ്രാഹിം നബിയുടെ പ്രവചനത്തിൻ്റെ രണ്ടാമത്തെ വശമായിട്ടുള്ള യുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, അദ്ദേഹം അവർക്ക് വേദഗ്രന്ഥവും ജ്ഞാനവും പഠിപ്പിച്ചു കൊടുക്കുമെന്ന ഭാഗം വിവരിക്കാൻ തുടങ്ങുകയാണ്. അതായത് ആ പ്രവാചകൻ അവർക്ക് ശരിയത്തും അതിൻ്റെ രഹസ്യങ്ങളും മനസ്സിലാക്കി കൊടുക്കും. ഈ ക്രമത്തിൽ ഖുർആൻ ആദ്യം പരിഗണിച്ചിരിക്കുന്നത് ഹലാലും അതുപോലെ തൊയ്യവുമായിട്ടുള്ള ഭക്ഷണത്തെക്കുറിച്ചുള്ള പഠനമാണ്. കാരണം മനുഷ്യൻ്റെ പ്രവൃത്തികൾ അവൻ്റെ മാനസികാവസ്ഥയ്ക്ക് വിധേയമായിട്ടുള്ളതാണ്. മാനസികാവസ്ഥയാണെങ്കിൽ അത് ഭക്ഷണവുമായിട്ട് ഭയങ്കര സ്വാധീനം ഉള്ളതുമാണ്. അള്ളാഹു നമ്മോട് പറയുകയാണ്, ജനങ്ങളെ, ഭൂമിയിലുള്ളവയിൽ നിന്ന് ഹലാലും തൊയ്യവുമായവ നിങ്ങൾ ഉപയോഗിക്കുക. അതായത് അല്ലെങ്കിൽ അത് ശുദ്ധമായതാണോ എന്നുകൂടി നോക്കേണ്ടതുണ്ട്. ഒരു വസ്തുവും ശരീഅത്ത് പ്രകാരം ഹലാലാണെങ്കിൽ പോലും ചില കാര്യങ്ങൾ അതിൽ ഒഴിവാക്കേണ്ടതാണ്. അത് നിങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമാണെങ്കിൽ, അതുപോലെ ദേശീയമോ പ്രാദേശികമോ ആയ സാഹചര്യങ്ങൾ കാരണം അത് കഴിക്കുന്നത് നിങ്ങളുടെ ശീലത്തിന് വിരുദ്ധമാണെങ്കിൽ, അതുപോലെ നിങ്ങളുടെ പ്രകൃതം അതിനോട് വിമുഖത കാണിക്കുന്നതാണെങ്കിൽ, അതുപോലെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഹലാൽ ഹറാം വേർതിരിവ് മാത്രം പോരാ, മറിച്ച് നിങ്ങളുടെ പ്രകൃതത്തിലും സാഹചര്യത്തിലും ശീലത്തിലും അനുയോജ്യമായതും ദോഷഫലങ്ങളില്ലാത്തതുമായ കാര്യങ്ങൾ തിരഞ്ഞെടുക്കൽ അനിവാര്യമാണ്. ഉദാഹരണത്തിന്, ജലദോഷവും ചുമയുള്ള സമയത്ത് പുളിയുള്ള സാധനങ്ങൾ കഴിക്കുന്നത് അസുഖം വർദ്ധിപ്പിക്കും. ഒരാൾ ചുമയുള്ളപ്പോൾ പുളിയുള്ള പഴങ്ങളോ അല്ലെങ്കിൽ ലൂസ് മോഷനുള്ള സമയത്ത് മാംസാഹാരമോ അല്ലെങ്കിൽ കരൾ സംബന്ധമായിട്ടുള്ള അസുഖമുള്ളപ്പോൾ ഗ്യാസ് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളോ കഴിച്ചാൽ അവ ഹലാലാണെങ്കിൽ പോലും ആ വ്യക്തിക്ക് അവ തൊയ്യബ് അല്ലാത്തതിനാൽ അത് ദോഷം ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഹലാൽ എന്നതിനോടൊപ്പം തൊയ്യബ് എന്നുകൂടി, അല്ലെങ്കിൽ അനുവദനീയമായത് എന്നതിനോടുകൂടി ശുദ്ധമായത് എന്നുകൂടി ചേർത്തതിലൂടെ വിശ്വാസികൾക്ക് നൽകുന്ന സന്ദേശം എന്തെന്നാൽ, വൃത്തിഹീനമായതോ ചീഞ്ഞതോ ആരോഗ്യത്തിന് ഹാനികരമായതോ ആയ ഭക്ഷണങ്ങൾ ഒഴിവാക്കണം. കൂടാതെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ഭക്ഷണ രീതികളും വിശ്വാസിക്ക് ചേർന്നതല്ല. വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, പിശാചിൻ്റെ കാലടികളെ നിങ്ങൾ പിന്തുടരരുത്. അതായത് പിശാച് ഏത് വഴിക്കാണോ പോകുന്നത് അതേ വഴിയിൽ നിങ്ങളും സഞ്ചരിക്കാൻ തുടങ്ങരുത്. അവൻ നിങ്ങളുടെ ശത്രുവാണ്. ശത്രുവിനെ പിന്തുടരുന്നതിന് പകരം എപ്പോഴും അവനിൽ നിന്ന് അകന്നു നിൽക്കുകയാണ് വേണ്ടത്. ഭക്ഷണപാനീയങ്ങളെക്കുറിച്ചുള്ള പരാമർശത്തിന് തൊട്ടു പിന്നാലെ പിശാചിനെക്കുറിച്ച് പറഞ്ഞത് ഒരു പ്രത്യേക കാര്യത്തിലേക്ക് വിരൽ ചൂണ്ടാനായിട്ടാണ്. നിങ്ങൾ ഹലാലായതും അല്ലെങ്കിൽ ഹലാലിൽ തന്നെ തൊയ്യബ് അല്ലെങ്കിൽ പരിശുദ്ധമായിട്ടുള്ളതുമായ ആഹാരം ഉപേക്ഷിക്കുകയാണെങ്കിൽ അതിൻ്റെ അനിവാര്യമായിട്ടുള്ള ഫലം നിങ്ങൾ പിശാചിൻ്റെ പിന്നാലെ പോകും എന്നുള്ളതാണ്. കാരണം മനുഷ്യൻ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നാണ് അവൻ്റെ ശരീരം രൂപപ്പെടുന്നത്. തെറ്റായ രീതിയിൽ സമ്പാദിച്ചത് അല്ലെങ്കിൽ ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ളതോ ആയ വസ്തുക്കൾ ഉപയോഗിച്ച് വളരുന്ന ശരീരം തീർച്ചയായും മനുഷ്യനെ തിന്മയിലേക്ക് മാത്രമേ നയിക്കുകയുള്ളൂ. ഒരിക്കലും അവനെ അത് നന്മയിലേക്ക് നയിക്കുകയില്ല. ഈ ആയത്തിൻ്റെ തഫ്സീറും ഇവിടെ അവസാനിക്കുകയാണ്. വാഹിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.